ഇവനൊറ്റ ഒരുത്തനാണ് ഇതിനെല്ലാം കാരണം. രാത്രിക്ക് രാത്രി കളർ നിയമം വന്നെന്ന് പറഞ്ഞ ഓരോ പരിപാടികൾ. 2 വീഡിയോഗ്രാഫേഴ്സ് ഇരുന്ന് വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എങ്ങനുണ്ട്? ഒരു ദിവസം പോലും ആയില്ല. എന്താ ചെയ്യാൻ? നമ്മളൊരു 2-3 ദിവസമായിട്ട് വണ്ടി ഓട്ടോ ഒന്നും വിടാതെ ഒരു പിടിച്ചിട്ട് വണ്ടി നമ്മൾ ഫ്രണ്ടും കാര്യങ്ങളെല്ലാം അയച്ചിട്ടേക്കാണ്. അപ്പൊ എന്തിനാ അയച്ചിട്ടേക്കുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഇതാ ഇപ്പൊ ഒരു നിയമം കറണ്ട്ലി ഇപ്പൊ ഒരു മണിക്കൂറിനുള്ളിൽ നിയമം നിലവിൽ വന്നു. അപ്പം നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പം നമുക്കിത് ചെയ്യുന്നില്ലേ പറ്റൂ. അപ്പൊ നമ്മൾ അടുത്ത പരിപാടി തുടങ്ങാൻ പോവാണ്. അപ്പൊ ഇനി ഇത് ആണ് കാര്യങ്ങളാണെന്ന് പറഞ്ഞ് ആരും വന്നേക്കരുത്. അപ്പൊ നമ്മളിതാ കണ്ടോ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. റാപ്പൊട്ടിക്കാനാന്ന് പറഞ്ഞ് എല്ലാം കൂടെ വന്നതാ. ഇവിടെ നിന്ന് ഓരോരോ പരിപാടികളാണ്. വണ്ടി ഇങ്ങനെ അഴിക്കുക സെറ്റ് ചെയ്യുക, അഴിക്കുക സെറ്റ് ചെയ്യുക. അതെ, ഒരെണ്ണം അവിടെ അഴിച്ചിട്ടേക്കുന്നു, അടുത്തതുണ്ട് അവിടെ അഴിച്ചിട്ടേക്കുന്നു. ഹെഡ്ലൈറ്റ് അതാണ്ട് ഒരെണ്ണം അവിടെ തുടച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ടയർ ഇല്ല, അതാ വീലയിലാണ് വണ്ടി ഓടുന്നത്. ഇങ്ങനെയൊക്കെയാണോ എൽസി വണ്ടി ഒരു വണ്ടി എടുത്തിട്ട് കാണിക്കുന്ന പരിപാടികൾ കണ്ടില്ലേ? രണ്ടെണ്ണം പട്ടീനെ പിടിച്ചോണ്ടിരിക്കുന്നത്, ഒരെണ്ണം ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്നത്. രാത്രിയിലും രാവിലെ എല്ലാം ഷൂട്ടാണ്. ഇവനൊറ്റ ഒരുത്തനാണ് ഇതിനെല്ലാം കാരണം. രാത്രിക്ക് രാത്രി കളർ നിയമം വന്നെന്ന് പറഞ്ഞ ഓരോ പരിപാടികൾ. കണ്ടോ ഇവനാണ്. നമ്മൾ ഏത് കളറാ ചെയ്യാൻ പോകുന്നത്? 31-ാം തീയതി ഓട്ടത്തിന് പിള്ളേർ ചോദിക്കുന്നത് കളർ അടിച്ച് വണ്ടി ഇറങ്ങുമെന്ന്. തീർച്ചയായും ഞങ്ങളത് അഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. പരിപാടി പറഞ്ഞില്ലല്ലോ. സ്വന്തം 49 സീറോന്റെ വണ്ടിയാണ്. നമ്മുടെ ബാറ്റ്മാൻ എഡിഷനാണ് വണ്ടി. എൽസി ഒന്ന് പണി തുടങ്ങിയിട്ടുണ്ട്. ടൈം ഓൾമോസ്റ്റ് കാണുന്നില്ലല്ലോ. എത്ര മണി? 12 മണിയൊക്കെ ആയിട്ടുണ്ട്. ഏകദേശം ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നു. ടീം എല്ലാവരും ഉണ്ട് ഇവിടെ. എല്ലാവരും ഉറക്കുളച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട്?
ബാക്കി സാധനം ഇവിടെ ലോഡ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഒരു സൈഡിൽ ലോക്കറും ടീം എന്തായിരുന്നു സാൻഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ വണ്ടിയുടെ ഇതൊക്കെ നമ്മൾ അൽക്കന്താരം ഒന്നുകൂടെ റാപ്പ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പം ടൈം ഇപ്പം 2:54. എല്ലാരും ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ പോവാ. ജസ്റ്റ് ഒന്ന് ചായ കുടിച്ചിട്ട് ആരെല്ലാരും ഉറങ്ങാതിരുന്നതാണ്. അപ്പം ജസ്റ്റ് ഒന്ന് പോയി ചായ കുടിച്ചിട്ട് രാവിലെ ഒരു ഷൂട്ട് സെറ്റ് ചെയ്യണം. രാവിലെ ഷൂട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ വീഡിയോ ഒക്കെ റിവീൽ ചെയ്യുന്നതായിരിക്കും. രാവിലെ എല്ലാം എണീറ്റിട്ടുണ്ട് ഷൂട്ടിന് പോകാൻ വേണ്ടി. ഉറക്കപ്പ് ചെയ്യാൻ ചെന്നോട്ടെ. അതെ കൊച്ചാ, ഇതൊക്കെ എങ്ങനെ വരുന്നെന്തോ. രാവിലെ നിങ്ങൾ കണ്ടില്ലല്ലോ വണ്ടി. ഇതാണിതാ അണ്ടർ ദി കൺട്രോൾ. ഈ വണ്ടി എടുക്കുകയാണ്. നമുക്ക് നേരെ ഷൂട്ടിന് പോവാണ്. ഓൾറെഡി ക്യാമറ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാം കിട്ടും അറിയാനുണ്ടാവും. നമുക്ക് സ്റ്റാർട്ടായി. ഹോൾഡ് സ്റ്റാർട്ട്. മോനെ വണ്ടികൾ ഇങ്ങനെ കറുപ്പടിച്ച് കിടക്കുമ്പോൾ കാണുമ്പോൾ കിട്ടുമ്പോൾ ഒരു ഫീലുണ്ടല്ലോ, അതൊന്നും വേറെ തന്നെ. പ്രത്യേകിച്ച് എന്നെ പോലുള്ള കറുത്ത ബ്ലാക്ക് ലവേഴ്സ് അല്ലെങ്കിൽ കറുത്ത ഭ്രാന്തന്മാർക്ക് ഇങ്ങനെ കാണുമ്പോൾ കിട്ടുന്ന കിക്കൊന്നും വേറെ തന്നെ. വണ്ടി നമ്മൾ നേരെ ഷൂട്ടിന് കൊണ്ടുപോവാണ്. നമ്മുടെ സീറോ ബ്ലാക്കിൽ ചെയ്തിറങ്ങണമെന്ന് നമ്മുടെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് നമ്മൾ ഓൾറെഡി സാധിച്ചു കഴിഞ്ഞു. അപ്പം ഇതാരെയും ഇപ്പൊ ഒരു ബ്ലാക്ക് വണ്ടി ഇറങ്ങി എന്ന് പറഞ്ഞ് കുറച്ച് പ്രശ്നങ്ങൾ, അതായത് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അതിനോ സംബന്ധിച്ച് നമ്മൾ നമ്മുടെ കളറ് റിമൂവ് ചെയ്യാണ്. നമ്മൾ ഇന്നലെ റാപ്പ് ചെയ്തത് നമ്മൾ റിമൂവ് ചെയ്യാണ്. അപ്പൊ ഇനി നിയമം പ്രോപ്പറായിട്ട് വരുമോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം ഒരു മെഗാ കംപാക്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്നലെ ഒരു രാത്രി കൊണ്ട് നമ്മുടെ ടീം, നമ്മുടെ പിള്ളേരെല്ലാരും കൂടെ നിന്ന്, അത് നിങ്ങൾക്ക് ഇന്നലത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. എല്ലാരും ഉറക്കം പോലും ഇല്ലാണ്ടിരുന്ന് ഞങ്ങൾ രാവിലെ ഒരു 7 മണി 8 മണി വരെ ഇരുന്ന് ചെയ്തൊരു സംഭവമാണിത്. ഇങ്ങനെ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലാതെ എന്താ പറയാ, ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു സംഭവങ്ങളൊന്നും നമ്മൾ ഇതിൽ ഉദ്ദേശിച്ചിട്ടില്ല. ഓൾറെഡി ന്യൂസ് വന്നു, കാര്യങ്ങളും സംഭവങ്ങളെല്ലാം വന്നു. നമുക്ക് ഇതിന്റെ സ്ഥാപനം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളത് രാത്രിക്ക് രാത്രി നമ്മളിത് ചെയ്തിറക്കുകയും ചെയ്തു. അപ്പൊ അതിപ്പോ വലിയൊരു പ്രശ്നത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പൊ അതിനെ നമ്മൾ മാനിച്ച് ഇപ്പൊ നമ്മള് കളറ് റിമൂവ് ചെയ്യാൻ പോവാണ്. ഇപ്പം നോർമലി ഇനി നമ്മുടെ സീറോ വെള്ള കളറിൽ തന്നെ ഓടുന്നതായിരിക്കും. അപ്പം എന്തായാലും നമുക്ക് പൊളിക്കാം. ഇവിടുന്ന് തുടങ്ങണം. ഇവിടുന്ന്
എന്താണ് ഇതിനെ പറ്റി? ഇല്ല, ഒന്നും പറയാലോ, ഒരു ദിവസം പോലും കാണാൻ പറ്റില്ല. പൊട്ടിച്ചിട്ട് ഒരു ദിവസം പോലും ആയില്ല. ഒരു ദിവസത്തെ ഫുള്ള് ഉറക്കാണ് കിടക്കുന്നത്. ജോയിന്റ്